Hi everybody. ഇന്നത്തെ വീഡിയോയിൽ വേർഡ് ഡോക്യുമെന്റിൽ എങ്ങനെ ഡിഫറെന്റ് പേജസിൽ ഡിഫറെന്റ് നമ്പേഴ്സ് കൊടുക്കാം എന്നുള്ളതാണ് കാണുന്നത്. അതിന് ആദ്യം വേണ്ടത് വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് ഇൻസേർട്ട് മെനുവിൽ പേജ് നമ്പർ എന്നൊരു സബ് മെനു ഉണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് വേണ്ട ഓപ്ഷൻസ് ഫോർമാറ്റ് പേജ് നമ്പേഴ്സ്, ഫോർമാറ്റ് പേജ് നമ്പർ, it already format page number format 1 2 3 എന്നുള്ളതും അറബിക് ന്യൂമറൽസിലും സ്റ്റാർട്ടഡ് 1 ആണ്. അത് ഓക്കെ ആണ്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ദെൻ പേജ് നമ്പർ എവിടെയാണ് കൊടുക്കേണ്ടത് ഉള്ളത് ചൂസ് ചെയ്യുന്നു. ബോട്ടം പേജ്, സെന്റർ ഓഫ് ദ പേജ്, സെന്റർ ഓഫ് ബോട്ടം ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേജ് 1 1, പേജ് 2 2 എന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ ഫോർമാറ്റ് ചെയ്യാൻ പോകുന്നത് പേജ് 1 പേജ് നമ്പർ വേണ്ട, സെക്കൻഡ് പേജിൽ സ്റ്റാർട്ടിംഗ് ഫ്രം 1 റോമൻ ന്യൂമറൽസിൽ വേണം. അങ്ങനെ വേണ്ടി വരുമ്പോൾ എങ്ങനെ ഡിഫറെന്റ് പേജ് നമ്പേഴ്സ് വേണ്ടത് എടുത്തെല്ലാം നമ്മൾ സെക്ഷൻ ബ്രേക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ എനിക്ക് ഫസ്റ്റ് പേജിന് സെക്കൻഡ് പേജിന് ഡിഫറെന്റ് ഫോർമാറ്റ്സിലാണ് വേണ്ടത്. സോ ഫസ്റ്റ് പേജിന്റെ എൻഡിൽ വരിക, ലേഔട്ടിൽ പോവുക, ലേഔട്ട് മെനുവിൽ പോവുക, ബ്രേക്സ് ചൂസ് ചെയ്യുക. അതിൽ സെക്ഷൻ ബ്രേക്കിൽ നെക്സ്റ്റ് പേജ് എന്നൊരു ഇതുണ്ട്. സെക്ഷൻ ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ബ്രേക്ക് ആഡ് ചെയ്തത് കാണുന്നുണ്ടെങ്കിൽ ഹോം, ഇതിലൊരു പാരഗ്രാഫ് സിമ്പിൾ ഉണ്ട്. അതിനെ ടോപ്പിൾ ചെയ്താൽ സെക്ഷൻ ബ്രേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാം. ഇത് വന്ന് എല്ലാ നോൺ പ്രിന്റബിൾ ക്യാരക്ടേഴ്സ് ഡോക്യുമെന്റിലുള്ളതിനെ കാണിക്കാൻ വേണ്ടിയാണ്. അത് കണ്ടാൽ ഒരു അസൗകര്യമായിരിക്കുന്നത് ഞാൻ വീണ്ടും അത് ടോക്കിൾ ഓഫ് ചെയ്യുകയാണ്. സെക്ഷൻ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് സെക്ഷനും നമുക്ക് ഡിഫറെന്റ് പേജ് നമ്പേഴ്സ് ആയിരിക്കും. വീണ്ടും ഈ സെക്ഷൻ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ഡിഫറെന്റ് ഫോർമാറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫൂട്ടറിൽ എവിടെയാണ് ഡിഫറെന്റ് പേജ് നമ്പേഴ്സ് വേണ്ടത് അവിടെ വന്നിട്ട് ആ ഫൂട്ടറിൽ വന്നിട്ട്, അതായത് പേജ് നമ്പർ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടെ വന്നിട്ട് ഹെഡറിലാണെങ്കിൽ ഹെഡറിൽ പോവുക. ലിങ്ക് ടു പ്രീവിയസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ചൂസ് ചെയ്യുമ്പോൾ ലിങ്ക് ടു പ്രീവിയസ് ഉണ്ട്, അത് എടുത്തിട്ട് ലിങ്ക് ടു പ്രീവിയസ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് രണ്ട് വളരെ ഇൻഡിപെൻഡന്റ് ഫോർമാറ്റ് ചെയ്യാം. യു ക്യാൻ റിമൂവ് ഇറ്റ്. അത് റിമൂവ് ചെയ്തു, പക്ഷേ ഇവിടെ റിമൂവ് ആയിട്ടില്ല. ഇവിടെ 1 ഇതെനിക്ക് വീണ്ടും എനിക്ക് വന്ന് റോമൻ ന്യൂമറൽസ്, അറബിക് ന്യൂമറൽസ് സ്റ്റാർട്ട് ഫ്രം 2 വേണം. സോ go to insert page number, format page number, started. എനിക്ക് വന്ന് റോമൻ ന്യൂമറൽസ് വേണം. സോ ഐ എം ഗോയിങ് ടു ഇത് started 2. So page number 2 is starting at 2. Page number hasn't got any page number 2. And page number 4 വന്ന് എനിക്ക് ഇനിയും അറബിക് ന്യൂമറലിൽ വേണം. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 3 എൻഡിൽ വരിക, പേജ് നമ്പർ 3 വരിക, ലേഔട്ട്, സെക്ഷൻ ബ്രേക്ക് ടു ദ നെക്സ്റ്റ് പേജ്. ഇത് വീണ്ടും നോക്കിയാൽ നമുക്ക് കാണാം ഇത് പേജ് നമ്പർ 2 സ്റ്റാർട്ടഡ് 2 എന്നല്ലേ, അതുകൊണ്ട് പേജ് നമ്പർ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതിന് അറബിക് ന്യൂമറലിൽ സ്റ്റാർട്ടിംഗ് ഫ്രം 1 വേണം. സോ കം ടു ഫൂട്ടർ, സെയിം ആസ് പ്രീവിയസ് ഉണ്ട്, അത് ലിങ്ക് ടു പ്രീവിയസ് എടുത്തിടുക. ഇനി എനിക്ക് അത് എഡിറ്റ് ചെയ്യാം. ഇൻസേർട്ട് പേജ് നമ്പർ, ഫോർമാറ്റ് പേജ് നമ്പർ, സ്റ്റാർട്ടഡ്, എനിക്ക് അറബിക് ന്യൂമറൽസ് വേണം. 1 സ്റ്റാർട്ടഡ് 1. ഓക്കെ, 1. അടുത്ത പേജ് നോക്കിയാൽ കാണാം പേജ് അടുത്ത 2 വന്നിട്ടുണ്ടെന്ന് കാണാം. Okay. 4 is at 1, 5 is at 2 3 4 1 5 2 ഉണ്ടെന്ന് കാണാം. അടുത്തത് 3 തന്നെയായിരിക്കും. അങ്ങനെ ചെയ്യാവുന്നതാണ്.
ഇങ്ങനെയാണ് പേജ് നമ്പേഴ്സ്, ഡിഫറെന്റ് പേജ് നമ്പേഴ്സ്